ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കുറേ എയർ ട്രാവലേഴ്സ് അവർ വേരിയസ് എയർപോർട്ട്സിലൊക്കെ ദേ വർ സ്ട്രാൻഡഡ് അല്ലേ. കുറേ പേരുടെ പ്ലാൻസ്, ചിലവരുടെ എമർജൻസീസ് ആയിരുന്നു, ചിലവരുടെ ലീജർ ട്രിപ്സ്, വാട്ട് എവർ, അതൊക്കെ അത്ഭുതമായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ കോൺസ്പിറസി ഉണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കണക്ക് തന്നെ ഈ ഒരു പണി തന്നൊരു വലിയ പണി തന്നത് ഇൻഡിഗോ ആണ്. അപ്പോൾ ഇൻഡിഗോ അവർ നമ്മുടെ നാട്ടുകാർക്കൊക്കെ നല്ലൊരു പണി തന്നു. അവർ ഇൻ്റർനാഷണൽ ട്രാവൽ അവർ അത്രയും പ്രശ്നം ഉണ്ടാക്കിയില്ല, അവരെങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് പോയി. പക്ഷേ ഡൊമസ്റ്റിക് ട്രാവൽ അവർ ആപ്പാടെ പ്രശ്നത്തിലാക്കി, താറുമാറായി. നമ്മുടെ ആൾക്കാരെല്ലാം എയർപോർട്ട്സിലൊക്കെ സ്റ്റാൻഡേർഡായി, പലരും പല അത്യാവശ്യത്തിന് പോകേണ്ടവർക്കൊന്നും എത്താൻ പറ്റിയില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു. എല്ലാ എയർപോർട്ട്സിലും പ്രശ്നമായിരുന്നു. അപ്പോൾ ഇതിന് പല കോൺസ്പിറസി ആൾക്കാർ പറയുന്നത് പുടിൻ വരുന്ന സമയം പുടിന് അഗേൻസ്റ്റ് ഫോറിൻ ഇവർ എന്താ പറയുക, അവരുടെ കൈകടത്തലാണ്, അതാണ് ഇതാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രശ്നം, പലരും പല ആംഗിളിൽ പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി കുറേ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് പല എയർ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ അവർ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ പൈലറ്റ്സ് ഓവർ വർക്ക്ഡ് ആണ്. എസ്പെഷ്യലി ഡൊമസ്റ്റിക് റൂട്ട്സിലൊക്കെ ഭയങ്കര ഓവർ വർക്ക്ഡ് ആണ്, അവർക്ക് വേണ്ട റെസ്റ്റ് ടൈം കിട്ടുന്നില്ല. അപ്പോൾ അവർ FDTL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ എന്ന് പറയും, FDTL. അപ്പം അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ നേരത്തെ 36 മണിക്കൂറായിരുന്നു, അവരിപ്പോൾ 48 hours അത് കൂട്ടി. അത് റെസ്റ്റ് ടൈം വേണം പൈലറ്റ്സിന്. അപ്പോൾ DGCA പുതിയ ഇത് പ്രകാരം ഫ്ലൈറ്റിൻ്റെ ഡ്യൂട്ടി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 36, അതിൻ്റെ ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസിൽ അവർ 48 മണിക്കൂർ അവർക്ക് റെസ്റ്റ് കിട്ടി, പൈലറ്റ്സിന് റെസ്റ്റ് വേണം എന്നുള്ള രീതിയിൽ അവരത് ക്രമീകരിച്ചു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിഗോ എന്ന് പറയുന്ന എയർലൈന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2300 ഫ്ലൈറ്റ് അവർ ഒരു ദിവസം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2300 ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും 2300 പ്ലെയിൻ ആണെന്നല്ല. ഫ്ലൈറ്റ് എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ആയിരിക്കും, ചിലപ്പോൾ ഡിഫറെൻറ്റ് റൂട്ട്സിലായിരിക്കും. ഇപ്പോൾ പറയുന്ന കണക്ക് ഇപ്പം ചെന്നൈ അല്ലെങ്കിൽ കേരള ടു ചെന്നൈ ടു ബോംബെ അങ്ങനെ. അപ്പോൾ ഓരോ ഇതാണ് റൂട്ടാണ്. ഇങ്ങനെ 2300 ഫ്ലൈറ്റ്സ് അവർ ഒരു ദിവസം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് മൊത്തത്തിൽ അവർക്ക് 400 ഫ്ലൈറ്റ്സ് ഉണ്ട് അവർക്ക്. 400 ഫ്ലൈറ്റ്സിൽ അത് എയർബസിൻ്റെ A320 ആണ്, പിന്നെ കുറച്ച് ATR ഫ്ലൈറ്റ്സും ഉണ്ട്. അപ്പോൾ അവരാണ് ഇന്ത്യയുടെ ഈ ഏവിയേഷൻ്റെ 65% അവർ കൺട്രോൾ ചെയ്യുന്നത്. ബാക്കി സഹാറയും പിന്നെ കുറച്ച് ആകാശം പിന്നെ കുറച്ച് നമ്മുടെ എയർ ഇന്ത്യയും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പുതിയ നിയമം വരുമ്പം അവർക്ക് ഉള്ള പൈലറ്റ്സിനെ വെച്ചിട്ട് അവർക്ക് അത്ര റൂട്ട്സ് ഓടിക്കാൻ പറ്റില്ല. സോ അവർക്ക് ഇനഫ് ടൈം ഇൻഡിഗോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു. നോട്ടീസ് വീണ്ടും നവംബറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ വെയർ സപ്പോസ് ടു ഇംപ്ലിമെൻറ്റ് ദിസ്. അപ്പോൾ അവരത് ചെയ്തില്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ പൈലറ്റ്സിന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എക്സ്ട്രാ കാശ് ചിലവാകും. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ട് രീതിയിൽ ഇത് നോക്കിയത് അവർ. അപ്പോൾ അവർ വിചാരിച്ച് ഗവൺമെൻറ്റിനെ പ്രഷറൈസ് ചെയ്തിട്ട് അവരിത് വേണമെങ്കിൽ കുറച്ച് നേരം നീട്ടി വയ്ക്കുകയോ അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് വയ്ക്കുകയോ, പുതിയ റെസ്ട്രിക്ഷൻസ് വേണ്ടാന്ന് വയ്ക്കുകയോ, പുതിയ നിയമം വേണ്ടാന്ന് വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനനുസരിച്ച് അവർ പ്ലാൻ ചെയ്തിട്ട് അവരിങ്ങനെ പതുക്കെ ഫ്ലൈറ്റ്സ് പുതിയ റോസ്റ്റർ ഉണ്ടാക്കി ഫ്ലൈറ്റ്സ് പലത് ക്യാൻസൽ ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇത് കണക്കില്ല, എന്താ പറയുക, ചീട്ടുകൊട്ടാരം കണക്കാണ്. മനസ്സിലായില്ലേ? ഒരു ഫ്ലൈറ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ ഇതെല്ലാം കണക്ഷനല്ലേ. ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അതിന് റെസിപ്രിക്കേറ്റഡായിട്ട് പല ഫ്ലൈറ്റ്സ് ക്യാൻസൽഡായി. മനസ്സിലായില്ല? അപ്പോൾ ഒരെണ്ണം ക്യാൻസൽ ആയി തുടങ്ങിയപ്പോഴത്തേക്ക് ഇവരുടെ കൺട്രോളിൽ നിന്ന് പോയി തുടങ്ങിയത്. അപ്പോൾ അവർ വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അവർ ആൾക്കാർക്ക് റീഫണ്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ ഗവൺമെൻറ് മറ്റെന്താ പറയുക നമ്മുടെ അതെ റീഫണ്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ CEOനെ വിളിച്ചിട്ടുണ്ട്, ഷോ കോസ് നോട്ടീസ് കൊടുക്കാൻ, പാർലമെൻറ്റ് വന്ന് അതൊക്കെ നടക്കും. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ മറക്കുകയും ചെയ്യും. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം മോണോപ്പൊളി ആവുക അല്ലെങ്കിൽ ഡിയോപ്പൊളി ആവുക. മനസ്സിലായില്ലേ? ഇത് മോണോപ്പൊളി എന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഏവിയേഷൻ്റെ കാര്യത്തിൽ ഇപ്പം ഡൊമസ്റ്റിക്കിൽ ഡിയോപ്പൊളിയാണ്. ഡിയോപ്പൊളി എന്ന് വെച്ചാൽ ഇൻഡിഗോ ഉണ്ട്, എയർ ഇന്ത്യ ഉണ്ട് അല്ലേ. അപ്പം എയർ ഇന്ത്യ ഇപ്പോൾ പറഞ്ഞ കണക്ക് ഒരു 35% ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. 65% കയ്യിലിരിക്കുന്നത് ഇൻഡിഗോയുടെ കയ്യിലാണ്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി തകർക്കാൻ പറ്റും, അല്ലെങ്കിൽ തകർക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് സ്റ്റിലാക്കാൻ പറ്റും. അത് ചിലപ്പോൾ ബാഹ്യ ശക്തികളുടെ ഇതുകൊണ്ടായിരിക്കാം, പല രീതിയിലായിരിക്കാം. അത് പെട്ടെന്ന് ആർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ ഗവൺമെൻറ് വേണമെങ്കിൽ ടേക്ക് ഓവർ, പലരും പറയുന്നതും കേട്ട് ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്തു. പക്ഷേ ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്ത് അവരെങ്ങനെ ഇത് ഓടിക്കും? ഇതൊരു വലിയ സിസ്റ്റമാണ്, കുറേ ആൾക്കാർ ഇൻവോൾവ് ആണ് ഇതിൽ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, സ്റ്റേറ്റ് ഓൺഡ് എയർലൈനൊക്കെ നമ്മൾ എയർ ഇന്ത്യ നമ്മൾ ടാറ്റയ്ക്ക് വിറ്റു. അപ്പം
പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് വരുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ അതിൻ്റെ പുറത്തൊരു കൺട്രോൾ നമുക്ക് വേണം. ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ഇത് കൈവിട്ടു പോകും. എപ്പോൾ വേണമെങ്കിൽ എന്ത് സംഭവിക്കാം, മനസ്സിലായില്ലേ? ഇത് പല പല റീസൺസ് കൊണ്ടാണ് ഇത്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പുതിയ നിയമം വന്നു. പിന്നെ അത് കണക്ക് തന്നെ എയർബസിന് A320 ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ത്യ കണക്കൊരു ഒരു രാജ്യത്ത് എയർ ട്രാവൽ കൂടി വരുന്ന ഒരു ഇതാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ തന്നെ നമ്മൾ 2020 ശേഷം നോക്കുകയാണെങ്കിൽ ഏകദേശം 84 എയർപോർട്ടാണ് പുതിയതായിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഇനി വരുന്ന കാലങ്ങളിൽ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള എയർ ട്രാവൽ നടക്കാൻ, അല്ലെങ്കിൽ ഏറ്റവും ബൂമിംഗ് ആയിട്ടുള്ള ഏവിയേഷൻ നടക്കാൻ പോകുന്ന ഒരു മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യയാണ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ ഡൊമസ്റ്റിക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം ഞാൻ പറയുന്ന ഒരു 4 ഓപ്പറേറ്ററെങ്കിലും വേണം. ഈ 4 ഓപ്പറേറ്റർക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫീസിബിലിറ്റി വേണം. നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ എന്തുമാത്രം ഡൊമസ്റ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? എയർ സഹാറ, എയർ ഡെക്കൻ, ഗോ എയർ, പിന്നെ എന്തായിരുന്നു, പിന്നെ ജെറ്റ് എയർവേസ്, പിന്നെ കിങ് ഫിഷർ, നമ്മുടെ വിജയമലിൻ്റെ കിങ് ഫിഷർ. ഇവരൊക്കെ എവിടെ? ഇവർക്ക് എല്ലാവർക്കും ഓക്കെ, ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റും, 2 പേർക്ക് പ്രശ്നം പറ്റും. ഈ വരുന്നവരൊക്കെ എന്തുകൊണ്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേജർ ഇഷ്യൂ ഈസ് ഗവൺമെൻറ് പോളിസി. ഈ എയർ ട്രാവൽ അല്ലെ എയർ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ, ഏവിയേഷൻ മേഖല ഉണ്ടല്ലോ, ഇത് ഇന്ത്യയിൽ നടത്തണമെങ്കിൽ ഇറ്റ്സ് വെരി വെരി എക്സ്പെൻസീവ്. നിങ്ങൾ വിചാരിക്കും ഇന്ത്യയിൽ നടത്താൻ ഇത്ര എക്സ്പെൻസീവ്, ഇത്രയും ട്രാവൽ ഉള്ളിടത്തോ? അതിൻ്റെ പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏവിയേഷൻ ഫ്യൂവൽ, ATF എന്ന് പറഞ്ഞ ഫ്യൂവൽ ഈസ് വെരി എക്സ്പെൻസീവ് ഇൻ ഇന്ത്യ. അതിൻ്റെ പുറത്ത് അനാവശ്യ ടാക്സസും എന്താ പറയുക, അതിൻ്റെ പുറത്ത് അവിടെ സ്റ്റേറ്റിൻ്റെ സെസ്സും ഇതെല്ലാം വാറ്റും എല്ലാണ്ട് വരുമ്പോഴത്തേക്ക് ഇത് എയർലൈന് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർപ്ലെയിൻ ഇപ്പോൾ ബോംബെയിൽ അല്ലെങ്കിൽ ഡൽഹി പല എയർപോർട്ട്സിൽ ഇത് പാർക്ക് ചെയ്യണമെങ്കിലോ ലാൻഡ് ചെയ്യണമെങ്കിലോ ഗ്രൗണ്ട് ടൈം അതിൻ്റെ ചാർജസ് ആർ ഹ്യൂജ്. വേൾഡിൽ തന്നെ 2-3 ഇതാണ്, ഇത്രയും എക്സ്പെൻസീവാണ്. അപ്പോൾ ഈ എയർലൈൻ സർവൈവ് ചെയ്യണമെങ്കിൽ ഇത് എന്താ പറയുക, കൂടുതൽ സമയം ആകാശത്ത് നിൽക്കണമെങ്കിൽ എന്താ കൂടുതൽ പൈലറ്റ്സ് വേണം. പിന്നെ നമുക്ക് ടിക്കറ്റ് ചാർജ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, മനസ്സിലായില്ലേ? അതിനിപ്പം ലേറ്റസ്റ്റ് എന്താ ക്യാപ്പ് എന്താ 18,000 വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് ഇതിന് അപ്പുറം നമുക്കത് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല ഡൊമസ്റ്റിക്കിൽ. അപ്പം ഇത് വെച്ചിട്ട് എന്താ പറ്റുന്നത് വെച്ചാൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. പല എന്താ പറയുക ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സിന് ഇത് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം വിജയ് മല്യ പുള്ളി നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അല്ലേ? പുള്ളിയാണ് ഒരു കിങ് ഫിഷർ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു എയർലൈൻ കൊണ്ടുവന്നു. നിങ്ങൾക്ക് അറിയാലോ സ്റ്റൈൽ എലമെൻറ്റ്, പുള്ളിയുടെ സ്റ്റൈൽ എലമെൻറ്റ് അതിലുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ നമ്മുടെ ഒരു ഇതെന്താ വെച്ചാൽ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് പലരും ഇപ്പോൾ അവർക്ക് കള്ളനെ അതൊക്കെ ശരിയാണ്. പക്ഷേ പുള്ളി അന്ന് കുറച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ പുള്ളി ലോസസ് പുള്ളിക്ക് കുറച്ച് സമയം കൊടുക്കുക അല്ലെങ്കിൽ ചെയ്താലും ചിലപ്പോൾ സർവൈവ് ചെയ്ത് പോയേനെ, മനസ്സിലായി? ഇപ്പം അത് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ലന്നല്ല. ഇപ്പോൾ നമ്മുടെ സിമിലർ കേസ് വിത്ത് ഇത് നമ്മുടെ ഇതുണ്ടല്ലോ മൊബൈലിൻ്റെ. അപ്പം ഇത് ടെലികോമിൽ ഇപ്പം അറിയാമല്ലോ മൊത്തം ജിയോയുടെ കയ്യിലാണ്. ജിയോ വന്നതിന് ശേഷം ഇപ്പോൾ ബാക്കി ആരും കച്ചവടമില്ല. ഇപ്പോൾ അതെ, അപ്പോൾ ഐഡിയയും വോഡാഫോണും കൂടെ ചേർന്നിട്ട് നിൽക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഐഡിയ വോഡാഫോൺ കണ്ടമാനം കാശ് ഗവൺമെൻറ് കൊടുക്കാനുണ്ട്, അറിയോ? അപ്പോൾ ഗവൺമെൻറ് അതിൽ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോഡാഫോണിലെ കുറച്ച് ഷെയർ, ഒരു 49% ഷെയർ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെയാണ്. പലർക്കും അറിയുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. 49% ഷെയർ ഇസ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് വോഡാഫോണിൻ്റെ. അത് കണക്ക് എന്തെങ്കിലും ഏവിയേഷനിൽ കിങ് ഫിഷറൊക്കെ അങ്ങനെ നിലനിർത്തി പോകായിരുന്നു. സിമിലർ തിങ് വിത്ത് ജെറ്റ് എയർവേസ് ഓൾസോ. അതിൻ്റെ അകത്തൊക്കെ അവർ ഒരുപാട് കള്ളത്തരം കാണിച്ചിട്ടില്ല എന്നല്ല. പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രി സർവൈവ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് എക്സ്ട്രാ സപ്പോർട്ട് വേണം, മനസ്സിലായില്ലേ? അവരുടെ എന്താ പറയുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഫ്യൂവലിലോ അല്ലെങ്കിൽ സർചാർജസിലോ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇത് കൊടുത്താൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു മോണോപ്പൊളി ആവാണ്ടിരിക്കാൻ പറ്റുള്ളൂ. മോണോപ്പൊളി എപ്പോഴും പ്രശ്നമാണ്. ഇപ്പോൾ പലരും ഇപ്പോൾ നമ്മുടെ അതൊക്കെ വെറുതെ ആൾക്കാർ പറയുന്നതാണ്. അതിൽ അത്ര വലിയ കോൺസ്പിറസി ഒന്നും. പക്ഷെ അവരൊന്ന് ടെസ്റ്റ് ചെയ്തു, മനസ്സിലായില്ല? അവർ മോണോപ്പൊളിയാണ് ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യം ഞങ്ങളുടെ രീതി. പക്ഷെ ഒരു രീതി നോക്കി അവർ ചെയ്തത് ശരിയാണ്. ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിച്ച കണക്കെ നടന്നു. ഇപ്പോൾ ഈ പുതിയ FDTL ഇപ്പോൾ ഗവൺമെൻറ് നീട്ടിക്കൊടുത്തിട്ടുണ്ട് സമയം. ഓക്കെ, അപ്പോൾ ഇനി എത്ര നാൾ നീട്ടി കൊടുക്കുമെന്ന് അറിഞ്ഞുകൂടാ. പതുക്കെ ഇനി ഫ്ലൈറ്റൊക്കെ ശരിക്കും വന്നിട്ട് പിന്നെ അവർ പൈലറ്റിനൊക്കെ എടുത്ത് ഇതൊക്കെ ഇനി നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യയുടെ കാര്യമാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി നടക്കുമോ, വേറെ ബാക്ക് ഡോർ കൂടെ എന്തെങ്കിലും നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണോപ്പൊളി എവിടെ വരുന്നോ നമുക്ക് പണി കിട്ടും. ഫോറിൻ ഇൻഫ്ലുവൻസസ് വരാം. ഈ കമ്പനീസിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ CEO ഇവരൊക്കെ ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. ഷെയർസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു ഇന്ത്യയുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി സ്റ്റാൻസിൽ വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആസ് ഗുഡ് ആസ് നമ്മുടെ ഒരു കൺട്രിയിൽ ഒരു വലിയൊരു ത്രെറ്റ് ഉണ്ടാകുന്നതിന് സിമിലറാണത്. ഓൾ ദ എയർപോർട്ട്സ് ആർ ഗെറ്റിംഗ് ചോക്ഡ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ തന്നെ എല്ലാ എയർപോർട്ട്സും ചോക്ക്ഡാണ്. ഒന്നും ആർക്കും ആൾക്കാരെല്ലാം വന്നിട്ട് ബഹളവും. ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് നമ്മുടെ ഒരു റൈറ്റ് നടക്കുന്നതിനൊക്കെ ഒരു എന്തായിരിക്കും ഇന്ത്യയെ പറ്റിയിട്ടുള്ള പുറത്തുള്ളൊരിത്.
പുടിൻ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പുടിൻ വന്നിട്ട് ആ ന്യൂസിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് വേണ്ടി. പക്ഷേ നമ്മുടെ മീഡിയ കാണിച്ചില്ല എന്നല്ല, നമ്മുടെ മീഡിയ കൂടുതലും ഫോക്കസ് ചെയ്തത് ഇതിനായിരുന്നു. അപ്പം ഇതൊരു വലിയ ത്രെട്ടാണ്. അപ്പോൾ ഗവൺമെൻറ് അത്യാവശ്യമായിട്ട് ഇതിനൊരു പോളിസി ഉണ്ടാക്കണം. അതിനകത്ത് ഒരു എന്താ പറയുക, ഇതിനെ വാച്ച് ഡോഗായിട്ട് DGCA നിയമങ്ങളൊക്കെ ഉണ്ട്, അത് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും നോക്കണം. അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ പണി കിട്ടും. അപ്പോൾ ഇനിയുള്ള ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.